കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വീട്ടിലിരുന്നും കൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇതിൽ. അപ്പോൾ ഇതാ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു കാലിഗ്രാഫി എന്ന് പറയാം കേട്ടോ. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ എഴുതാൻ അറിയണവർക്കും അതേപോലെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയണവർക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടോ. കാരണം നമ്മൾ പണ്ടത്തെ മാതിരി അല്ലല്ലോ ഇപ്പോൾ കുറേ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് കുറേ മാർഗ്ഗങ്ങളുണ്ട് സെയിൽ ചെയ്യാൻ. ഫേസ്ബുക്ക് വഴിയും അതേപോലെ തന്നെ യൂട്യൂബ് വഴിയും ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ അവസരമുണ്ട് അല്ലേ. ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ OXL പറഞ്ഞ ആപ്പ് വഴിയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ഇപ്പോൾ ഞാനിത് വീട്ടിൽ വെക്കാനായതുകൊണ്ട് ഞാൻ അധികം ഫ്രെയിമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഫ്രെയിമൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടും നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതേപോലെയൊക്കെ എഴുതാനൊക്കെ അറിയുകയാണെങ്കിൽ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വെക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി എഴുതിയതാണ് കേട്ടോ. 4 കാലിഗ്രാഫി ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇത് നമ്മളെ നമ്മളെ ചട്ടക്കടലാസമ്മ നമ്മൾ ബ്ലാക്ക് ചാർട്ടിൽ എഴുതിങ്ങാണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹുബസി വല്ലാബായിസി നമ്മൾ ബാത്റൂമൊക്കെ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് കേട്ടോ. ഇത് ഞാൻ ഞങ്ങളെ ഹാളിൽ ബാത്റൂമൊക്കെ കിടക്കണോടത്ത് ആ ചുമരുമ്മ തൂക്കിയിട്ടേക്കേനി കേട്ടോ. അപ്പോൾ ഇത് ചൊല്ലാൻ കിട്ടാത്തവർക്കും അറിയാത്തവർക്കൊക്കെ ആ ഒരു ദിക്റായ്മ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ചൊല്ലി കയറാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ദിക്റുകളും അല്ലെങ്കിൽ ആയത്തുൽ കുർസി അങ്ങനെ എന്തും നമുക്ക് ഇഷ്ടത്തിന് എഴുതി അങ്ങനെ തൂക്കിയിടാം. ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഓരോരുത്തർ എഴുതി കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ വെക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ ഇതിനുള്ള ആവശ്യക്കാരും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് 3ാമത്തെ ഒരു കാലിഗ്രാഫിയാണ് കേട്ടോ. ഇത് ഏറ്റവും വലുത് ഞാൻ ചെയ്തിട്ടില്ല ഏറ്റവും വലിയൊരു കാലിഗ്രാഫി വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 22 കേട്ടോ സൈസ് വരുന്നത്. അത്യാവശ്യം വലിയതാണ് കേട്ടോ. ഇത് ഫ്രെയിമൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാർഡ്ബോർഡ് കൊണ്ട് തന്നെ ഒന്ന് ഫ്രെയിം രൂപത്തിലാക്കിയിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫ്രെയിം ചെയ്യാൻ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു 750 രൂപയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ആയത്തുൽ കുർസി ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രെയിം ചെയ്യണമെങ്കിൽ 750 രൂപ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളപ്പോൾ ജസ്റ്റ് 750 രൂപ കൊടുത്ത് വീട്ടിൽ തൂക്കിയിടാനല്ലേ കരുതി. അപ്പോൾ അത് കൊടുത്തിട്ടുള്ള ഇൻഷാ അല്ലാ ഇനി വഴി ഇതൊക്കെ ഫ്രെയിമൊക്കെ ചെയ്യണം. അപ്പോൾ ഒന്നും പാടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും വെച്ചത് ജസ്റ്റ് ഒന്ന് നമ്മളെ ചെറിയ രാണിയില്ലേ മറ്റേ മുള്ളാണി എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ ജസ്റ്റ് കുത്തി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഫ്രെയിം ചെയ്തിട്ടുള്ളൂ. ആ കൂരി മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ 2-3 ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ കുറേ മുന്നേ കുറേ വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ. എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊരു നമ്മളെ ഫോട്ടോ ഫ്രെയിം രൂപത്തിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒന്ന് വർക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ബോട്ടിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തുകൊണ്ട് പിന്നെ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് ജസ്റ്റ് അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ആ പൂവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ തുണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറാണ് കേട്ടോ. അത് മുറിച്ചുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ആ റോസുകളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ബോ ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മളെ മുട്ടായിൻ്റെ കവറ് ലേസിൻ്റെ ഒക്കെ കവറില്ലേ. അതേപോലെ തന്നെ നമ്മൾ ആറാറൂട്ടിൻ്റെ ബിസ്ക്കറ്റൊക്കെ വാങ്ങണേ അതിൻ്റെ കവറ് അതിമന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബോ രൂപത്തിലോ അല്ലെങ്കിൽ ഫ്ലവർ രൂപത്തിലൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഒട്ടിച്ചൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിനൊന്നും അധികം മുതൽ മുടക്കോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു പെട്ടി പെയിൻറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്കൊക്കെ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. വേറെ ഒന്നും അങ്ങനെ അധികം പൈസ കൊടുത്തൊന്നും വാങ്ങിയതൊന്നും അല്ല കേട്ടോ. ഒക്കെ നമ്മളെ വീട്ടിൽ ഇല്ല തന്നെയാണ്.
ഞാൻ മൊത്തത്തിൽ 5 ബോട്ടിൽ ആർട്ട് ചെയ്തീനി. അതിലിപ്പോൾ 3 ഉള്ളൂ കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് എൻ്റെ ഹസ്ബൻഡ് നിന്ന കടയ്ക്ക് ഓലെ കടയിൽ വെക്കാനാണെന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു ബ്ലൂ ഫ്ലവറൊക്കെ വരച്ചങ്ങാണ്ടുള്ളൊരു ബോട്ടിൽ ആർട്ടേന് കേട്ടോ. അത് അവർക്ക് വേണം പറഞ്ഞങ്ങാണ്ട് അത് ഒരു കൊണ്ടുപോയി. പിന്നെ ഒന്ന് നമ്മളെ മോളൂസ് പഠിച്ചിരുന്ന അംഗനവാടിക്ക് കേട്ടോ, അവിടെ വെക്കാനാണ്. ഇതേപോലെ കുറേ ഐറ്റംസ് വേറെയും കുറേ ആൾക്കാരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടേന്. അപ്പോൾ അതിക്ക് വെക്കാൻ പറഞ്ഞങ്ങാണ്ട് നമ്മൾ ഒരു മിക്കി മൗസിൻ്റെ ചിത്രമൊക്കെ വരച്ചങ്ങാണ്ട് ചെയ്തീന് കേട്ടോ. അത് അവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചർ എൻ്റെ അടുത്തുണ്ടേന് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ കയ്യിലുള്ള ഒരു കുപ്പിയാണിത്. അതിൽ നമ്മൾ അള്ളാഹു എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അങ്ങനെ എഴുതിങ്ങാണ്ട് പെയിൻ്റൊക്കെ കൊടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്മേലൊക്കെ കെട്ടിങ്ങാണ്ട് കൊണ്ടുവരുന്ന ആ ഒരു കയറാണ് കേട്ടോ. എന്താ അപ്പം അതിന് പറയാമെന്ന് ശരിക്കും എനിക്കറിയില്ല. അതൊക്കെ ചുറ്റി വെച്ചെടുക്കുകയാണ് കേട്ടോ. അല്ലാതെ അതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല. ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും ഇതേപോലെ കുപ്പിമകളിലൊക്കെ അള്ളാഹു എന്നൊക്കെ എഴുതാൻ പാടുണ്ടോ എന്നൊക്കെ. അതൊക്കെ ഞങ്ങൾ ഉസ്താദുമാരോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത്. ആ കുപ്പിയൊക്കെ നമ്മൾ വാഷ് ചെയ്തുകൊണ്ടല്ലേ ഉപയോഗിക്കണേ, അപ്പോൾ കുഴപ്പമില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അടുത്തതായിട്ടുള്ള ഒരു 3ാമത്തെ എൻ്റെ കയ്യിലുള്ള ഒരു കുപ്പിയാണ് ഇട്ടത്. ഇതും ഒരു ഫോട്ടോ ഫ്രെയിം രൂപത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്മൾ ചെറിയ ഫോട്ടോ ഉണ്ടല്ലോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് വെച്ച് ഒട്ടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിന്മേൽ കൂടെ നമ്മളെ സവാളൻ്റെ തൊലിയാണ് കേട്ടോ ഈ ഒട്ടിച്ചിട്ടുള്ളത്. അത് നമ്മൾ സൂപ്പർ ഗ്ലൂ ഒക്കെ ചേർത്തുങ്ങാണ്ട് അതിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തുങ്ങാണ്ട് കുപ്പി ഫുള്ളായിട്ട് അതാണ് കേട്ടോ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. വേറെ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല. ആ സവാളൻ്റെ ഒരു കളർ തന്നെ നല്ലൊരു കളറാണല്ലോ അല്ലേ. പിന്നെ അതാ ഈ ഒരു ഫോട്ടോയിലില്ലേ 2 ബ്ലൂ കുപ്പിയാണ് കേട്ടോ ഇപ്പം എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.